ഈ എപ്പിസോഡിൽ നമുക്ക് പ്രവാചക ധർമ്മത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. ദൈവത്തിൻ്റെ അരുളപ്പാട് നിസ്സങ്കോചം വിളിച്ചു പറയാൻ നിയമിക്കപ്പെട്ടവനാണ് പ്രവാചകൻ. അതിനാൽ ഒരിക്കലും പ്രവാചകൻ ഒരു അഭിമത പൗരനായിരുന്നുമില്ല. നെബൂഖദ്നേസർ രാജാവ് യഹൂദയെ ആക്രമിച്ച് ഉന്മൂലനാശം ചെയ്യുമെന്നും അവർ 70 വർഷം ബാബേൽ രാജാവിനെ സേവിക്കുമെന്നും പ്രവചിച്ച ഒരു പ്രവാചകൻ ഇസ്രായേലിൽ ജീവനോടെ അവശേഷിക്കുക അല്പം പ്രയാസം തന്നെയായിരുന്നു. യെരമ്യാ പ്രവചനം 25:4 യെരമ്യാ പ്രവചനം 25:11 ആ പ്രവചനങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. മാത്രവുമല്ല, യഹോവയുടെ ആലയത്തിന് പ്രധാന വിചാരകനായ പശൂർ പുരോഹിതൻ യെരമ്യാ പ്രവാചകനെ അടിച്ച് ആമത്തിലിടുകയും ചെയ്തു. എന്നാൽ യിരെമ്യാവിൻ്റെ പ്രവചനം നിറവേറുകയും ഇസ്രായേൽ ജനം ഇന്നും അതിനെ സൂക്ഷിച്ച് പാരായണം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ദൈവജനത്തിൻ്റെ ഇടയന്മാരായിരുന്നു പ്രവാചകന്മാർ. ജനത്തെ ഉപദേശിക്കുക, തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുക, ദൈവിക ശിക്ഷയുടെ കഠോരതകളെക്കുറിച്ച് ജനത്തിന് ബോധ്യം വരുത്തി കൊടുക്കുക, മാനസാന്തരത്തിലേക്ക് അവരെ ആഹ്വാനം ചെയ്യുക എന്നിവയായിരുന്നു പ്രവാചകന്മാരുടെ പ്രധാന ധർമ്മം. ജനത്തിന് അവരുടെ ലംഘനത്തെയും യാക്കോബ് ഗൃഹത്തിന് അവരുടെ പാപങ്ങളെയും അറിയിക്കുകയാണ് പ്രവാചകന്റെ ചുമതല. യെശയ്യാ പ്രവചനം 58:1, യെഹെസ്കേൽ പ്രവചനം 22:2, 43:10, മീഖ പ്രവചനം 3:8. ജനത്തിന് ആശ്വാസത്തിൻ്റെ സന്ദേശം നൽകാനും പ്രവാചകൻ വിളിക്കപ്പെട്ടിരുന്നു. യെശയ്യാ പ്രവചനം 40:1-2. കാവൽക്കാരെ പോലെ ഒരിക്കലും സ്വസ്ഥമായിരിക്കാതെ വരാൻ പോകുന്ന അപകടം വിളിച്ചു പറയുവാൻ പ്രവാചകൻ ബാധ്യസ്ഥനാണ്. യെശയ്യാ പ്രവചനം 62:6, യെരമ്യാ പ്രവചനം 6:17, യെഹെസ്കേൽ പ്രവചനം 3:17, 33:7-9 വരെ. ഓരോ പ്രവാചകനും പ്രത്യക്ഷപ്പെടുന്നത് ഭാവിയെ അനാവരണം ചെയ്യുന്നവനായിട്ടാണ്. ആമോസ് 1:2. ഭാവിയെക്കുറിച്ച് പ്രവചിക്കുന്നതിന് ചില മൗലിക കാരണങ്ങളുണ്ട്. ജനം വർത്തമാനകാലത്ത് സാൻമാർഗിക നില കാത്തുസൂക്ഷിക്കുന്നതിന് ഭാവിയെക്കുറിച്ചുള്ള അവബോധം ആവശ്യമാണ്. നാളെയെക്കുറിച്ച് ചിന്തിക്കുവാൻ കഴിയാത്ത മനുഷ്യൻ ഇന്നിനെ ജഡീക ആനന്ദത്തിൽ കഴിച്ചുകൂട്ടാനായിരിക്കും ശ്രമിക്കുക. വരാൻ പോകുന്ന ദൈവിക ശിക്ഷയെക്കുറിച്ച് ബോധം വരുത്തിയാൽ മാത്രമേ മാനസാന്തരത്തിലേക്കും പ്രായോഗിക ജീവിത വിശുദ്ധിയിലേക്കും മനുഷ്യനെ മടക്കിക്കൊണ്ടുവരാനാകൂ. യെശയ്യാ പ്രവചനം 30:6-9 വരെ, യെശയ്യാ പ്രവചനം 2:5 വരാൻ പോകുന്ന ക്രോധത്തിൽ നിന്ന് രക്ഷ നേടാനായി ദൈവിക കരുണയ്ക്ക് വേണ്ടി അപേക്ഷിക്കുവാൻ മനുഷ്യനെ പ്രേരിപ്പിക്കുന്നതിന് പ്രവചനം അനിവാര്യമാണ്. ജനത്തിനു വേണ്ടി ദൈവത്തോട് മധ്യസ്ഥം ചെയ്യുക പ്രവാചക ധർമ്മത്തിൻ്റെ ഭാഗമായിരുന്നു. ഈ നിലയിൽ ജനത്തിനു വേണ്ടി പ്രവാചകൻ ദൈവത്തോട് അപേക്ഷിക്കുവാൻ കടപ്പെട്ടിരുന്നു. പ്രവാചകൻ എന്ന പദത്തിൻ്റെ പ്രഥമ പ്രയോഗം തന്നെ പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ടാണ്. അവൻ ഒരു പ്രവാചകനാകുന്നു. നീ ജീവനോടിരിക്കേണ്ടതിന് അവൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. ഉൽപ്പത്തി 20:7. മോശെ ജനത്തിനു വേണ്ടി ദൈവസന്നിധിയിലിരുന്നു. പുറപ്പാട് 18:19. മോശെ അവരുടെ കാര്യം യഹോവയുടെ മുമ്പാകെ വെച്ചു. സംഖ്യാപുസ്തകം 27:5. ഒരവസരത്തിൽ ആക്ഷരികമായി തന്നെ മോശെ ജനത്തിൻ്റെ പാപത്തിന് പ്രായശ്ചിത്തം വരുത്തുവാനായി യഹോവയുടെ സന്നിധിയിൽ ചെന്നു. പുറപ്പാട് 32:30-32 വരെ, ആവർത്തനം 9:18. മോശെ ചെയ്തത് അർത്ഥാൽ പൗരോഹിത്യ ശുശ്രൂഷയായിരുന്നു. 1 രാജാക്കന്മാർ 13:6, 2 രാജാക്കന്മാർ 19:4, യെരമ്യാ പ്രവചനം 7:16, 11:14 എന്നിവിടങ്ങളിലെല്ലാം പ്രവാചകൻ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥനയും യാചനയും കഴിക്കുന്നതിൻ്റെ ദൃഷ്ടാന്തങ്ങൾ ഉണ്ട്.